ആദ്യ ചിത്രത്തിൽ തന്നെ അഭിനേത്രി എന്ന നിലയിൽ തിളക്കമുള്ള പ്രകടനം കാഴ്ചവെക്കാനായി ചാന്ദിനിക്ക്. നർത്തകി എന്ന നിലയിൽ ചെറിയ ആൾക്കൂട്ടങ്ങളുടെ മാത്രം ശ്രദ്ധ നേടിയിരുന്ന കലാകാരി സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം എന്ന സിനിമയിലൂടെ നാട്ടിലാകെ അറിയപ്പെടുന്ന താരമായി. മലയാളത്തിന്റെ മുഖമുള്ള നായികയ്ക്ക് അനുമോദനങ്ങളും ഏറെ കിട്ടി. ഫസ്റ്റ് പടം തിയേറ്ററിൽ കാണാൻ ചെല്ലുമ്പോൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പടം കയറുന്നില്ല. കാരണം ഞാൻ ആകെ ഒരു ടെൻഷനാണോ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഥ എനിക്ക് മനസ്സിലൊന്നും അല്ലെങ്കിൽ കാണുന്നുണ്ട് എന്നല്ലാണ്ട് തിയേറ്ററിൽ പോയിരുന്ന പടം ഫസ്റ്റ് ഡേ തന്നെ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ വേറൊരു മൂഡായിരുന്നു ആ സമയത്ത്. ടെൻഷനുണ്ട്, എന്നാലും എങ്ങനെയാണ് സ്ക്രീനിൽ വന്നാൽ നമ്മൾ ഡബ്ബിങ്ങൊന്നും നമ്മളല്ലോ പോയത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഇതെങ്ങനെ സ്ക്രീനിൽ വരണമെന്നൊന്നും അറിയില്ല. അതിൻ്റെ ഒരു നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പടം കാണാൻ പോണ സമയത്ത്. പിന്നെ കുറച്ചൊക്കെ ഒരു സന്തോഷമുണ്ട്. പിന്നെ അതിനെക്കുള്ള വേറെ എന്താ വെച്ചാൽ ഞാൻ കോളേജിൽ പോകും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടന്നാണ് കോളേജിലേക്ക് പോകുക, തേവര സേക്രഡ് ഹാർട്ട് കോളേജിലേക്ക്. അപ്പോൾ ഈ ക്ലാസ്സിലുള്ള ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ എൻ്റെ ഒരു 3-4 ഫ്രണ്ട്സ് അല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല ഞാനിങ്ങനെ ഫിലിമിൽ അഭിനയിക്കാൻ പോയ കാര്യം അറിയില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ എല്ലാവരും കൂടി കുശു 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 എന്ന് പറയുന്നുണ്ട്. നോക്കുമ്പോൾ ആ പ്രസൻറ്റ് നാനയിൽ ഞങ്ങളുടെ കവർ പേജ് വന്നിട്ട് അത് ക്യാൻറ്റീനിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ടാണ് കോളേജിൽ എല്ലാവരും അറിയണമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അപ്പോൾ എനിക്കൊരു ത്രില്ലായി. കാരണം വെച്ചാൽ എൻ്റെ ഒരു ഫോട്ടോ ആദ്യമായിട്ട് ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. അന്ന് കുട്ടികളുടെയൊക്കെ അപ്പോഴാണ് എല്ലാവരും വന്ന് ചോദിക്കണത് ഇങ്ങനെ പടം ചെയ്തു എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ചോദിക്കണത്. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ എന്തും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലോ. അപ്പം ഞങ്ങളുടെ ഭാഗത്തുള്ള ഓരോ ഓട്ടോയുടെ പുറകിലും ഈ പടത്തിൻ്റെ ചെറിയ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ എന്ന് ഈ വഴി നടന്നു പോണ കുട്ടിയാണ്, അപ്പോൾ ആ കുട്ടിയാണോ ഇതെന്ന് അവർക്കൊരു സംശയം. അങ്ങനെ അതൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ആദ്യം. അഭിനേത്രി എന്ന നിലയിൽ ചാന്ദിനി വിജയ തുടക്കം കുറിച്ച സിനിമ പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അഭിനയ പരീക്ഷണം തുടരേണ്ട എന്ന തീരുമാനത്തിലായി ചാന്ദിനി. ചലച്ചിത്ര രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടും അഭിനയം അറിയാവുന്ന പെൺകുട്ടിയെ കൈവിട്ട് കളയാൻ സിനിമ ഒരുക്കമായിരുന്നില്ല. വേഷങ്ങൾ ഒന്നൊന്നായി തേടി വന്നുകൊണ്ടിരുന്നു. ഫസ്റ്റ് പടം വന്നത് അത് സക്സസ് ആയില്ല ആ പടം. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് തന്നെ ഒരു സങ്കടം ഉണ്ടായിരുന്നു ആദ്യത്തെ പടം വിജയിച്ചില്ല എന്നുള്ളത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അടുത്ത ഒരു പടത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുക എന്ന് വെച്ചാൽ പിന്നെ അങ്ങനൊരു എന്താ പറയുക, ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഫിലിമിനെ കുറിച്ച് വേറെ ചിന്തിച്ചൊന്നുമില്ല. പിന്നെ ചോദിച്ചാൽ ആ പടം സക്സസ് ആയില്ലല്ലോ എന്നിങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും. പക്ഷേ അതങ്ങനെ നമ്മൾ പഠിക്കുന്നതിനിടയിൽ ഒരു പടം ചെയ്തു, അത്ര അങ്ങനെ വിട്ടുള്ളൂ. ഞാനത് കഴിഞ്ഞ് പിന്നെ ഒരു ടെലിഫിലിമിൻ്റെ വർക്ക് വന്നപ്പോൾ ഇതിനെ വിളിച്ചപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഇനിയിപ്പോൾ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എന്തായാലും നമ്മൾ അഭിനയിച്ചു, ഒരു വർക്ക് ചെയ്തു, അപ്പോൾ അവസരങ്ങൾ വരുമ്പോൾ അഭിനയിച്ചൂടെ, എന്തിനാണ് മാറി നിൽക്കേണ്ട കാര്യം എന്താണ്. അന്ന് അങ്ങനെയാണ് ആ ടെലിഫിലിം വർക്ക് വിളിച്ചപ്പോൾ ഞാൻ ചെയ്തത്. പക്ഷെ ആ വർക്ക് ചെയ്യുന്നതോടുകൂടി തന്നെയാണ് എനിക്ക് നെക്സ്റ്റ് പടത്തിലേക്ക് കമ്മിറ്റായി അടുത്ത പടവും ചെയ്യാൻ തുടങ്ങിയത്. രാജസേൻ സാറിൻ്റെ പടം ദില്ലിവാല രാജകുമാരൻ്റെ ഷൂട്ടിംഗ് സമയത്ത് നമ്മുടെ ഈ ദൂരദർശനിൽ ആദ്യമായിട്ട് സീരിയലുകൾ തുടങ്ങിയ സമയം. ഇപ്പോൾ 13 എപ്പിസോഡ് സീരിയൽ കരുണാലയം എന്ന് പറഞ്ഞിട്ട് അതിന് കരുണ എന്നുള്ള സെൻട്രൽ ക്യാരക്ടർ ഷാജിയം ഡയറക്ടർ സീരിയൽ. അങ്ങനെ ആ സീരിയലിലേക്ക് കാസ്റ്റ് ചെയ്തു. അതിൻ്റെ സമയത്ത് തന്നെയാണ് ഈ നിയോഗം എന്നുള്ള പടവും പിന്നെ ഉദ്യാനപാലകൻ. പിന്നെ പക്ഷേ ബ്രേക്കില്ലാണ്ട് ഞാൻ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. പടങ്ങൾ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു എന്തിനാ പിന്നെ മാറി നിൽക്കുന്നത്, നല്ല വേഷങ്ങൾ കിട്ടിയാൽ അഭിനയിച്ചുകൂടെ. അപ്പോഴാണ് അതേ സമയത്താണ് സീരിയൽ വന്നു തുടങ്ങിയത്. സീരിയലിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു തുടങ്ങി. പിന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ക്യാരക്ടർ നോക്കാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ഒരുപാട് ആ സമയത്ത് വർക്ക് ചെയ്തു തുടങ്ങിയത്. ഇത് നായികയെ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കൂടുതൽ വർക്ക് ചെയ്യില്ലായിരിക്കാം ആ സമയത്ത്. പക്ഷേ പിന്നെ ഒരുപാട് വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് എനിക്ക് പക്ഷേ ആദ്യമൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പോൾ ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, അങ്ങനെ ഒരു ഫീലിംഗ് വന്നപ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. ടൈപ്പായി പോയ കുറെ കഥാപാത്രങ്ങളിലൂടെ സിനിമയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ഒരു അഭിനേത്രിയാണ് ചാന്ദിനി. പ്രതിഭയുണ്ടായിട്ടും
പ്രതിഭയ്ക്ക് പ്രകാശം പരത്താൻ അവസരങ്ങൾ ഉണ്ടാകാതെ പോയി. പക്ഷേ അന്നും ഇന്നും തന്റെ ദൗർഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്നില്ല ഈ കലാകാരി. ഇത്തിരിയോളമെങ്കിലും കിട്ടിയ വേഷങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നായികയായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ സിനിമയുടേതായ കുറേ രീതികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നായികമാർക്ക് നായിക മാത്രം, അല്ലാണ്ട് ഇപ്പോൾ ഒരു അനിയത്തി വേഷം ചെയ്ത ആൾക്ക് എനിക്കൊന്ന് ഞാനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് അങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് ഒരുപാട് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു തോന്നുന്നു. ക്യാരക്ടേഴ്സ് കൊടുത്തിരുന്ന സമയങ്ങളൊന്നുമില്ല. സിസ്റ്റർ ക്യാരക്ടർ ആയാലും ഒരുപാട് പ്രോമിനൻസ് കൊടുത്ത ക്യാരക്ടേഴ്സൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്ഥിരം ചെയ്യുന്നവർക്ക് കുറേ ക്യാരക്ടേഴ്സ് സ്ഥിരം, അത് അനിയത്തിയാണെങ്കിൽ സ്ഥിരം അനിയത്തി. ഞാൻ ഉദ്യാനപാലം എന്നുള്ള പടത്തിൽ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു സോങ് ചെയ്യുന്ന പടം അതാണ്. ശരിക്കും ആ ഉദ്യാനപാലം എന്നുള്ള പടത്തിലാണ്. അത് നമ്മൾ എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ പേരായിട്ടൊരു സോങ് വരുന്നു, പിന്നെ ഹരികുമാർ സാർ ഡയറക്ഷൻ, എല്ലാം കൊണ്ട് നല്ല സെറ്റപ്പ് എന്നുള്ള ഇതിൽ ആ ഒരു പടത്തിൽ ആ ഒരു പാട്ട് ചെയ്ത ശേഷം പിന്നെ വന്നത് മുഴുവൻ അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരെണ്ണം നമ്മൾ ചെയ്താൽ സ്ഥിരം അതേ ക്യാരക്ടേഴ്സ് തന്നെയാണ്. പിന്നെ കുറേ പടങ്ങൾ അങ്ങനെ വന്ന് കുറേ എണ്ണം വിടുക തന്നെ ചെയ്തു. കാരണം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ടൈപ്പായി പോകുന്നുള്ള പോലെയായിരുന്നു ആ സമയത്ത്. അനിയത്തി വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അനിയത്തി വേഷം തന്നെയാണ്. പിന്നെ നമ്മൾ എന്തായാലും അഭിനയിക്കുന്നുണ്ട്, പിന്നെ ഹീറോയിനായിട്ട് മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ. കാരണം എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ആ സമയത്ത് സീരിയലുകൾ കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഫിലിം ഒരു അത്ഭുതം എന്താ വെച്ചാൽ എൻ്റെ 4ാമത്തെ പടമാണ് അനിയത്തി പ്രാവ്. അപ്പോൾ അനിയത്തി പ്രാവ് ഒരുപാട് വലിയ റോളൊന്നുമില്ല, പക്ഷേ ആ പടം നല്ലോണം ഓടിയതുകൊണ്ട് അതിൽ ഓരോ ക്യാരക്ടേഴ്സും ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ ഫാസിൽ സാറിൻ്റെ ഒരു വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം. മിക്കവരും ഞാൻ കരുണാലയം എന്നുള്ള സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൊക്കേഷനിൽ ഇങ്ങനെ വയസ്സായ അമ്മമാരൊക്കെ വരുമ്പോൾ ചോദിക്കും, മോളുടെ ആദ്യത്തെ അനിയത്തി പ്രാവാണോ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ അത് ആ പടം ഹിറ്റായത് കൊണ്ടായിരിക്കണമല്ലോ അത്രയും. അതിന് മുമ്പ് 3 പടം വേറെ ചെയ്തതാണ്, അതിനെക്കാട്ടിയും കൂടുതൽ ആദ്യത്തെ അനിയത്തി പ്രാവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.